പേജ് നമ്പർ 26 ആക്ടിവിറ്റി 9. ഇത് വിട്ടുപോയതാണേ, അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ വിട്ടുപോയതാണേ. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ സീൻ. പിക്ചർ നോക്കിയിട്ട് സീന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാമല്ലോ, പിക്ചർ ഡിസ്ക്രിപ്ഷൻ അറിയാമല്ലോ. പിക്ചർ നന്നായി നോക്കുക, എന്തൊക്കെയാണ് കാണുക എന്നുള്ളത് സെൻറ്റൻസ് ആയിട്ട് എഴുതുക. വി ക്യാൻ സീ എ സ്മോൾ ടെൻറ്റ് ഇൻ ദ പിക്ചർ. നമുക്കൊരു സ്മോൾ ടെൻറ്റ് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ദെൻ അടുത്ത പോയിൻ്റ് ആയിട്ട് എഴുതുക, കവിതാസ് മദർ ഈസ് കുക്കിംഗ് ഫുഡ് ഫോർ ദം. അടുത്തത്, കവിതയുടെ അമ്മ അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു, കുക്ക് ചെയ്യുന്നു, പാചകം ചെയ്യുന്നു. കവിത ഈസ് സ്റ്റാൻഡിങ് നിയർ ഹെർ മദർ. കവിത അമ്മയുടെ അടുത്ത് നിൽക്കുന്നു. എ ഡോഗ് സ്റ്റാൻഡ്സ് ബിഹൈൻഡ് കവിത. ഒരു ഡോഗ് കവിതയുടെ പുറകിൽ നിൽക്കുന്നു. എ കാറ്റ് ഈസ് ലൈയിങ് ദർ. ഒരു പൂച്ച അവിടെ കിടക്കുന്നുണ്ട്. ദെൻ എ ബൗൾ ഈസ് ദർ. Two birds are flying in the picture and there is a big tree with a cradle tied to its branch. ഒരു വലിയ മരത്തിൻ്റെ കൊമ്പിൽ തൊട്ടിൽ കെട്ടിയിരിക്കുന്നു. നെക്സ്റ്റ് പേജ് നമ്പർ 28 ആക്ടിവിറ്റി 12. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് മേക്ക് എ ലിസ്റ്റ് ഓഫ് തിങ്സ് ഇൻ ദ കിച്ചൺ, റൈറ്റ് ദം ബിലോ. അതായത് പിക്ചറിലേക്ക് നോക്കിയിട്ട് നമ്മുടെ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ട് അതിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ചുവട്ടിൽ നമ്മൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. വിസിറ്റ് യുവർ കിച്ചൺ ആൻഡ് ആഡ് മോർ ഐറ്റംസ് ടു ദ ലിസ്റ്റ്. നിങ്ങളുടെ കിച്ചൺ ഒന്ന് പോയി നോക്കിയിട്ട് അതിൽ കൂടുതൽ ഐറ്റംസ് ആ ലിസ്റ്റിൽ ആഡ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഗ്യാസ് സ്റ്റൗവ് കണ്ടില്ലേ പിക്ചറിൽ. ദെൻ ബക്കറ്റ്, ബൗള്, സ്റ്റീം പോട്ട് എന്ന് പറഞ്ഞാൽ പുട്ടുകുറ്റി. ദെൻ ചിരവ കണ്ടോ, ചിരവയ്ക്ക് പറയുക സ്ക്രാപ്പർ. എർത്തേൺ വെയർ എന്ന് പറഞ്ഞാൽ മൺകലം. പ്രഷർ കുക്കർ അറിയാലോ, കുക്കർ അറിയാലോ. റൈസ് പോട്ട് അതായത് ചോറുണ്ടാക്കുന്ന കലം. സ്പാറ്റുല എന്ന് പറഞ്ഞാൽ ചട്ടുകം. കെറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ വാലുള്ള പാത്രത്തിനാണ് നമ്മൾ കെറ്റിൽ എന്ന് പറയുക. ദെൻ നൈഫ് പറഞ്ഞാൽ കത്തി. ഫ്രൈയിങ് പാൻ, സ്ട്രെയിനർ അരിപ്പ. ലാഡിൽ എന്ന് പറഞ്ഞാൽ തവി. വോക്ക് അപ്പച്ചട്ടി. സീവ് അരിപ്പ. സ്കൂപ്പ്, റോളിംഗ് പിൻ ചപ്പാത്തിക്കോല്. നെക്സ്റ്റ് ആക്ടിവിറ്റി 13 പേജ് നമ്പർ 29. ക്ലാസിഫൈ ദ ഗിവൺ ടേംസ് ഇൻ ടു കിച്ചൺ യൂട്ടൻസിൽസ്, ഫുഡ് ഐറ്റംസ് ആൻഡ് ഫുഡ് ഇൻഗ്രീഡിയൻസ്. ചോട്ടിൽ കുറേ ഐറ്റംസ് തന്നിട്ടുണ്ട്. അത് അടുക്കള ഉപകരണങ്ങളായിട്ടും ഭക്ഷണ സാധനങ്ങളായിട്ടും അതുപോലെ തന്നെ ഫുഡ് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഭക്ഷണത്തിൽ ചേർക്കുന്ന ചേരുവകളിൽ അങ്ങനെ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കളക്ട് പിക്ചേഴ്സ് ഓഫ് ദീസ് ആൻഡ് മേക്ക് ആൻ ആൽബം. അതിൻ്റെയൊക്കെ പിക്ചേഴ്സും കൂടി കളക്ട് ചെയ്തിട്ട് ഒരു ആൽബം ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്കൊന്ന് എല്ലാം നോക്കാം. ഫസ്റ്റ് വണ് സ്പൂണാണ്, അത് കിച്ചൺ യൂട്ടൻസിലാണ്. പ്ലേറ്റ് കിച്ചൺ യൂട്ടൻസിലാണ്. എഗ്ഗ് എന്താണ്, ഫുഡ് ഐറ്റമാണ്. പ്രഷർ കുക്കർ അറിയാലോ, കിച്ചൺ യൂട്ടൻസിലാണ്. ബനാന ഫുഡ് ഐറ്റമാണ്. ചില്ലി പൗഡർ മുളക് പൊടി അതൊരു ഫുഡ് ഇൻഗ്രീഡിയൻ്റ് ആണല്ലേ. സോൾട്ട് അതും ഒരു ഫുഡ് ഇൻഗ്രീഡിയൻ്റ് ആണ്. ബൗൾ പാത്രം കിച്ചൺ യൂട്ടൻസിലാണ്. നൈഫ് കത്തി കിച്ചൺ യൂട്ടൻസിലാണ്. ഷുഗർ പഞ്ചസാര ഫുഡ് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഫോർക്ക് കിച്ചൺ യൂട്ടൻസിലാണ്. ടീ ലീവ്സ് അത് ചായയുടെ ഇലകൾ, അതെന്തിനാണ് പറ്റുക, ചായ ഉണ്ടാക്കാൻ. അപ്പോൾ അതെന്താണ്, ഫുഡ് ഇൻഗ്രീഡിയൻ്റ് ആണ്. കെറ്റിൽ അത് വാലുള്ളൊരു പാത്രമാണ്, അതെന്താണ്, കിച്ചൺ യൂട്ടൻസിലാണ്. ഫ്രൈയിങ് പാന് അതും കിച്ചൺ യൂട്ടൻസിലാണ്. സീവ് എന്ന് അരിപ്പ അത് കിച്ചൺ യൂട്ടൻസിലാണ്. വോക്ക് അപ്പച്ചട്ടിയാണ്, അത് കിച്ചൺ യൂട്ടൻസിലാണ്. കൊറിയാണ്ടർ പൗഡർ മല്ലിപ്പൊടി അത് ഫുഡ് ഇൻഗ്രീഡിയൻ്റ് ആണ്. മിൻറ്റ് ലീവ്സ് പുതിനയില അത് ഫുഡ് ഇൻഗ്രീഡിയൻ്റ് ആണ്. റോളിംഗ് പിന്ന് അതായത് ചപ്പാത്തിക്കോല് കിച്ചൺ യൂട്ടൻസിലാണ്. സ്പാറ്റുല അത് കിച്ചൺ യൂട്ടൻസിലാണ്. നെക്സ്റ്റ്
കിച്ചൺ യൂട്ടൻസിലാണ്. ലാഡിൽ തവിയാണ്, അത് കിച്ചൺ യൂട്ടൻസിലാണ്. സാമ്പാർ പൗഡർ ഫുഡ് ഇൻഗ്രീഡിയൻ്റ് ആണ്. ടൊമാറ്റോ അത് ഫുഡ് ഐറ്റമാണ്. ജിഞ്ചർ അത് ഫുഡ് ഇൻഗ്രീഡിയൻ്റ് ആണ്. സ്ട്രെയിനർ അരിപ്പ. സീവ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിനർ എന്ന് പറഞ്ഞാലും അരിപ്പയാണ്. അത് സീവ് എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ടൈപ്പ് അരിപ്പൊടിയൊക്കെ അരിക്കണത്. സ്ട്രെയിനർ എന്ന് പറഞ്ഞാൽ ചായയൊക്കെ അരിക്കണ അരിപ്പ. റൈസ് പോട്ട് അതായത് ചോറുകലം അതും കിച്ചൺ യൂട്ടൻസിലാണ്. ബോയിൽഡ് റൈസ് അത് ചോറ് വേവിച്ച അരി ഫുഡ് ഐറ്റമാണ്. ക്ലേ പാൻ കിച്ചൺ യൂട്ടൻസിലാണ്. എർത്തേൺ വെയർ മൺകലം അത് കിച്ചൺ യൂട്ടൻസിലാണ്. കിച്ചൺ സ്റ്റൗവ് അത് കിച്ചൺ യൂട്ടൻസിൽ. ഓവൻ പറഞ്ഞാൽ അടുപ്പ്. ഹേർത്ത് എന്ന് പറഞ്ഞാൽ വിറകടുപ്പാണ് കേട്ടോ. ഗ്രൈൻഡിങ് സ്റ്റോൺ അറിയാലോ, എന്താണ്, ആട്ടുകല്ല്. സ്കൂപ്പ് അതെന്താ, കിച്ചൺ യൂട്ടൻസിലാണ്. മോർട്ടാർ ആൻഡ് പെസിൽ എവിടെയാണ് വരിക? കിച്ചൺ യൂട്ടൻസിലാണേ. ഫ്രൈഡ് ഡംപ്ലിങ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഭക്ഷണ സാധനമാണ് കേട്ടോ, ഫുഡ് ഐറ്റംസ് ആണ്. സ്റ്റീംഡ് ഡംപ്ലിങ്സും ഫുഡ് ഐറ്റമാണ്. ബനാന ഫ്രിറ്റേഴ്സ് അത് പഴംപൊരി ഫുഡ് ഐറ്റമാണ്. സ്റ്റീംഡ് റൈസ് കേക്ക് അത് പുട്ടാണ്. ഗീ റൈസ് അറിയാമല്ലോ, നെയ്ച്ചോറ്, അതെന്താണ്, ഫുഡ് ഐറ്റമാണ്. സ്റ്റീംഡ് റൈസ് കേക്ക് എന്താ, ഫുഡ് ഐറ്റമാണ് കേട്ടോ. റൈസ് സൂപ്പ് എന്താ, ഫുഡ് ഐറ്റമാണ്. സാർഡൈൻ ഫ്രൈ അതായത് മത്തി വറുത്തത്, ചാള വറുത്തത് കേട്ടോ, അത് ഫുഡ് ഐറ്റമാണ്. ലെൻറ്റിൽ ഫ്രിറ്റേഴ്സ് അത് പരിപ്പ് വടയാണ് കേട്ടോ. ലെൻറ്റിൽ ഫ്രിറ്റേഴ്സ് അതൊരു ഫുഡ് ഐറ്റമാണ്. സ്ട്രിങ് ഹോപ്പേഴ്സ് പറഞ്ഞാൽ ഇടിയപ്പം, നൂൽപുട്ട് എന്നൊക്കെ പറയും. ഇടിയപ്പം ആണ് കേട്ടോ സ്ട്രിങ് ഹോപ്പേഴ്സ്. ഇതിലാണ് വരിക, ഫുഡ് ഐറ്റം. കുക്ക്ഡ് റൈസ് ചോറ് ഇതിലാണ് വരിക, ഫുഡ് ഐറ്റംസിൽ. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 14. അമ്മ, ഷോൾ ഐ ടേക്ക് സം ഉണ്ണിയപ്പം ടു സ്കൂൾ? സാഷ ആസ്ക്. വാട്ട് വുഡ് യു ലൈക്ക് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്? അമ്മയെ ഞാൻ കുറച്ച് ഉണ്ണിയപ്പം സ്കൂളിലോട്ട് കൊണ്ടുപോയിക്കോട്ടെ എന്ന് സാഷ ചോദിച്ചുല്ലോ, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ കണ്ട ഒരു കുട്ടി പറഞ്ഞിരിക്കുന്നത്, ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ടോയ്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ ടോയ്സ് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്കിനി എന്തൊക്കെ പറയാം? ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ പെൻ അല്ലെങ്കിൽ മൈ പെൻസിൽ വിത്ത് മൈ ഫ്രണ്ട്സ്. ഐ വുഡ് ലൈക്ക് ടു ഷെയർ സ്വീറ്റ്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഐ വുഡ് ലൈക്ക് ടു ഷെയർ സ്നാക്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഇതിന് പറയാം നമുക്ക് ഐ വുഡ് ലൈക്ക് ടു ഷെയർ ലഞ്ച് വിത്ത് മൈ ഫ്രണ്ട്സ്. ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.